നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 17 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി പ്രചരണ രംഗത്ത് മുന്നേറുകയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം 2021 ഒരു പുനരാവിഷ്കാരമായി മാറുന്ന കാഴ്ചയാണ് പല മണ്ഡലങ്ങളിലും കാണുന്നത്. സംസ്ഥാനത്തെ 16 മണ്ഡലങ്ങളിൽ 5 വർഷം മുമ്പ് നേർക്കുനേർ പോരാടിയ അതേ മുഖങ്ങൾ തന്നെയാണ് ഇത്തവണയും അങ്കത്തട്ടിൽ അണിനിരക്കുന്നത്. തോറ്റവർക്ക് കണക്കു തീർക്കാനും ജയിച്ചവർക്ക് മേധാവിത്വം ഉറപ്പിക്കാനുമുള്ള അതിശക്തമായ പോരാട്ടത്തിനാണ് ഈ മണ്ഡലങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. 5 വർഷം കൊണ്ട് മാറിമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന കാത്തിരിപ്പ് ഇരു കൂട്ടരുടെയും ചങ്കിടിപ്പ് കൂട്ടുന്നുണ്ട്. പഴയ എതിരാളികൾ വീണ്ടും കൊമ്പുകോർക്കുന്ന മണ്ഡലങ്ങളിൽ കൂടുതലും എറണാകുളം, കോട്ടയം, കൊല്ലം ജില്ലകളിലാണ്. പാലക്കാട് ജില്ലയിൽ തൃത്താലയിലും മലമ്പുഴയിലും കഴിഞ്ഞ വർഷത്തെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് വീണ്ടും നേർക്കുനേർ എത്തുന്നത്. കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, തൃശൂർ, ആലപ്പുഴ എന്നിവയാണ് മറ്റു മണ്ഡലങ്ങൾ. കണ്ണൂർ, മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഒരു മണ്ഡലത്തിലും ഇത്തരം മത്സരം നടക്കുന്നേയില്ല. ഇതിൽ ചടയമംഗലം, പത്തനാപുരം, കളമശ്ശേരി, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിൽ മന്ത്രിമാർ മത്സരിക്കുന്നെന്ന VIP പരിവേഷമുണ്ട്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്താണ് ഇത്തരമൊരു പോരാട്ടം ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. 2021 വെറും 745 വോട്ടുകൾക്ക് പരാജയപ്പെട്ട BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇത്തവണയും NDA സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ സിറ്റിംഗ് MLA AKM അഷ്റഫ് തന്നെയാണ് UDF-നായി ഗോധയിലുള്ളത്. LDF-ന്റെ VV രമേശനാണ് കഴിഞ്ഞ തവണ മൂന്നാമതെത്തിയത്. 2016-ലും 2021-ലും രണ്ടാമതെത്തിയ K. സുരേന്ദ്രനെ ഇത്തവണ മണ്ഡലം കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ സിറ്റിംഗ് MLA IC ബാലകൃഷ്ണനും CPM-ന്റെ MS വിശ്വനാഥനും തമ്മിലുള്ള പോരാട്ടം ആവർത്തിക്കുന്നു. 11,822 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം ബാലകൃഷ്ണനൊപ്പം നിന്നു. ഇത്തവണ IC ബാലകൃഷ്ണന് സീറ്റ് നൽകുന്ന കാര്യത്തിൽ തുടക്കത്തിൽ കോൺഗ്രസിൽ എതിരഭിപ്രായമുണ്ടായെങ്കിലും പിന്നീട് മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി മണ്ഡലം ഇത്തവണയും ഉറ്റുനോക്കപ്പെടുന്ന ഒന്നാണ്. കഴിഞ്ഞ തവണ വെറും 331 വോട്ടുകൾക്ക് മാത്രം വിജയിച്ച ഇടത് സ്ഥാനാർത്ഥി KP കുഞ്ഞഹമ്മദ് കുട്ടിയും UDF-ന്റെ പാറയ്ക്കൽ അബ്ദുള്ളയും തമ്മിലുള്ള പോരാട്ടം പ്രവചനാതീതമാണ്. പാലക്കാട് ജില്ലയിലെ തൃത്താല മണ്ഡലമാണ് രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച. അതേസമയം ഇരിങ്ങാലക്കുടയിൽ നിന്ന് കഴിഞ്ഞ തവണ LDF-ന് വേണ്ടി CPM-ന്റെ R. ബിന്ദുവും UDF-ന് വേണ്ടി കേരള കോൺഗ്രസിലെ തോമസ് ഉണ്ണിയാടനും തമ്മിലായിരുന്നു മത്സരം. 5,949 വോട്ടിന് അന്ന് ബിന്ദു ജയിച്ചു, മന്ത്രിയുമായി. ഇക്കുറിയും ഇവർ ഇരുവരെയുമാണ് മുന്നണികൾ കളത്തിലിറക്കിയിരിക്കുന്നത്. കളമശ്ശേരിയിൽ LDF-നായി CPM-ന്റെ P. രാജീവും UDF-നായി മുസ്ലിം ലീഗിന്റെ V. അബ്ദുൾ ഗഫൂറും കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ 15,336 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാജീവിനായിരുന്നു വിജയം. രാജീവ് മന്ത്രിയാവുകയും ചെയ്തു. ഇത്തവണയും കളമശ്ശേരിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നത് ഇവർ തന്നെയാണ്. കുന്നത്തുനാട്ടിൽ കഴിഞ്ഞ തവണ മത്സരം CPM-ന്റെ PV ശ്രീനിജനും കോൺഗ്രസിന്റെ VP സജീന്ദ്രനും തമ്മിലായിരുന്നു. 2,715 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീനിജൻ വിജയിച്ചു. ഇക്കുറിയും ഇവർ രണ്ടാളുമാണ് ഇവിടെ പോരാട്ടത്തിനുള്ളത്.